മട്ടന്നൂർ ചാലോടുള്ള സഹകരണ സ്ഥാപനത്തിൽ വ്യാജ സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ കേസ് വൻ വഴിത്തിരിവിലേക്ക്. കൂട്ടുപ്രതിയായ നാലാമനും അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. കുടക് സ്വദേശിയായ മുഹമ്മദ് റിസ്വാനെയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജ സ്വർണം വെച്ച് സംഘം ലക്ഷങ്ങൾ തട്ടിയതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. മട്ടന്നൂർ അർബൻ സൊസൈറ്റിയുടെ ചാലോട് ബ്രാഞ്ചിൽ വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 യുവാക്കളെ പിടികൂടിയ കേസാണ് വൻ തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സൊസൈറ്റിയിൽ വ്യാജ സ്വർണം പണയം വെക്കാനെത്തിയ നിതിൻ, വിഷ്ണു എന്നിവരെ ബാങ്ക് ജീവനക്കാർ നൽകിയ പരാതിയെ തുടർന്ന് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കഥകളുടെ ചുരുളഴിയുന്നത്. ഇവർക്ക് പണയം വെക്കാനുള്ള വ്യാജസ്വർണ്ണ വളകൾ നൽകിയത് പെരുവളത്തുപറമ്പ് സ്വദേശി KP നവാസ് ആണെന്ന് അന്വേഷണ സംഘത്തലവൻ കൂത്തുപറമ്പ് ACP CB ടോമിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. തുടർന്ന് നവാസിന്റെ അന്വേഷണ സംഘം സഹോദരിയുടെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യുകയും ഇയാളുടെ ഫോണും ബാങ്ക് അക്കൗണ്ടും സംബന്ധിച്ച കാര്യങ്ങളും പരിശോധിച്ചതിനെ തുടർന്നാണ് സംഘത്തിലെ നാലാമനെ കുറിച്ചും വിവരങ്ങൾ ലഭ്യമായത്. കുടക് സ്വദേശിയായ മുഹമ്മദ് റിസ്വാനും നവാസും തമ്മിൽ മരക്കച്ചവടത്തിനിടെ പരിചയപ്പെടുന്നത്. തുടർന്നാണ് ഇത്തരം തട്ടിപ്പുകളിൽ പങ്കാളികളാകുന്നത്. കുടകിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന റിസ്വാൻ കർണാടകയിലെ മടിക്കേരി ടൗൺ, വീരാജ്പേട്ട പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളിൽ പ്രതിയാണ്. തട്ടിപ്പിനായി റിസ്വാൻ 8ഓളം വളകളും നവാസ് 10ഓളം വളകളും നിതിന് കൈമാറിയിരുന്നതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 3 വളകൾ പോലീസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ബാക്കി 15ഓളം വളകൾ വിവിധയിടങ്ങളിൽ പണയം വെച്ചതായാണ് ലഭിക്കുന്ന സൂചന. ഉയർന്ന അളവിൽ യഥാർത്ഥ സ്വർണം ചേർത്താണ് ഈ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ സാധിക്കില്ല. നിർമ്മാണ ചെലവായി ഒരു വളയ്ക്ക് ഏകദേശം 30,000 രൂപയോളം വരുന്നുണ്ടെങ്കിലും ഇത് ബാങ്കുകളിൽ പണയം വെച്ച് 1 ലക്ഷത്തിലധികം രൂപ വായ്പയായി തട്ടിയെടുത്തിരുന്നു. ഇത്തരത്തിൽ ഏകദേശം 11 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് സംഘം നടത്തിയെന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി IPS, കൂത്തുപറമ്പ് ACP CB ടോം, ഇൻസ്പെക്ടർ KR ബിജു എന്നിവരുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ഫൈറൂഖ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കർണാടകയിലെ കുടക് കൊളക്കേരി നംബോക്സു ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത്. ഉദ്യോഗസ്ഥന്മാരായ ബ്രിജേഷ്, പ്രജീഷ്, രതീഷ്, ഷിൻഡ്രോ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.